ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ പുതിയ ഒരു പുത്തൻ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് നിങ്ങൾ അറിഞ്ഞു കാണും. പാകിസ്ഥാൻ ചാരയായ ജ്യോതി മൽഹോത്ര അറസ്റ്റിലായ വാർത്ത. ആരാണ് ഈ ജ്യോതി മൽഹോത്ര? എന്താണ് അവർ ചെയ്തത്? നമുക്കതൊക്കെ ഒന്ന് അറിയണ്ടേ? സോഷ്യൽ മീഡിയ കണ്ടൻറ് ക്രിയേറ്ററാണ് ജ്യോതി മൽഹോത്ര, അതായത് യൂട്യൂബറാണ് ജ്യോതി മൽഹോത്ര. ചാരവൃത്തി കേസിലെ പ്രധാന തെളിവുകളിലൊന്നും അവരുടെ യൂട്യൂബ് വീഡിയോ തന്നെയാണ്. രാജസ്ഥാനിലെ താർ മരുഭൂമിയിലെ ചുട്ടുപൊള്ളുന്ന മണലിൽ ചിത്രീകരിച്ച ഒരു വർഷം മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇപ്പോൾ ജ്യോതി മൽഹോത്രയ്ക്കെതിരെ തെളിവായി വന്നിട്ടുള്ളത്. പാകിസ്ഥാൻ രഹസ്യാന്വേഷണ ഏജൻസിയായ ISIയുമായി തന്ത്രപ്രധാനമായ വിവരങ്ങൾ പങ്കുവച്ചതിന് ഹരിയാന ആസ്ഥാനമായുള്ള യൂട്യൂബർ ജ്യോതി മൽഹോത്രയെ അറസ്റ്റ് ചെയ്തത് നിങ്ങൾ അറിഞ്ഞു കാണും. അപ്പോൾ അതിന് തെളിവുകളുണ്ടോ എന്ന് നിങ്ങൾക്ക് ചോദിക്കാം. ഇപ്പോൾ നല്ലതകളാണ് പുറത്തു വരുന്നത്. ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയും ഗ്രാമീണ ജീവിതവും പ്രദർശിപ്പിക്കുന്ന ഒരു സാധാരണ യാത്രാ ബ്ലോഗ് ആണ് ആ വ്ളോഗ്. അതായത് ഇപ്പോൾ പുറത്തു വരുന്ന താർ മരുഭൂമിയിലെ വ്ളോഗ് കണ്ടാൽ നമുക്ക് അങ്ങനെയാണ് തോന്നുന്നത്. പക്ഷേ ഒരു കണക്ക് കൂട്ടിയ നിരീക്ഷണ പ്രവർത്തനമായിരുന്നു അത്. ജ്യോതി മൽഹോത്ര പ്രദേശത്തിൻ്റെ ശരിയായ ആകൃതി അല്ലെങ്കിൽ സൈസ് എസ്റ്റിമേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, നാടോടി ജീവിതം, സൈനിക വിന്യാസം, ഭൂപ്രദേശ വിടവുകൾ, വേലികെട്ടുകളുടെ അവസ്ഥ എന്നിവയുടെ വിശദമായ ദൃശ്യങ്ങൾ പകർത്തിയതായി അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ താർ വീഡിയോ നിരവധി വീഡിയോകളിൽ ഒന്ന് മാത്രമാണ്. ഇങ്ങനെ ഇപ്പോൾ പറയുന്ന താർ വീഡിയോ നിരവധി വീഡിയോകളിൽ ഇപ്പോൾ പറയുന്ന താർ വീഡിയോ നിരവധി വീഡിയോകളിൽ ഒന്ന് മാത്രമാണ്. അട്ടാരിയിൽ നിന്നും അഫ്ഗാനിസ്ഥാൻ അതിർത്തി പ്രദേശങ്ങളിൽ നിന്നുമുള്ള പാകിസ്ഥാൻ ചാര ജ്യോതി മൽഹോത്രയുടെ ഉള്ളടക്കത്തിൽ സംശയാസ്പദമായ പാറ്റേണുകൾ കാണിക്കുകയും സൈനിക നീക്കങ്ങളുമായും ദുർബല മേഖലകളെയും എടുത്തു കാണിക്കുകയും ചെയ്തു. അതോടെയാണ് ഇവർ കുടുങ്ങിയത്. പാകിസ്ഥാൻ നുഴഞ്ഞുകയറ്റക്കാർക്ക് സാധ്യതയുള്ള വഴികൾ സൂചിപ്പിക്കുന്ന ഒരു വെർച്വൽ മാപ്പ് അവർ എങ്ങനെ പങ്കിട്ടു എന്നതിന് അന്വേഷകർക്ക് അവരുടെ അതിർത്തി പ്രദേശ യാത്രാ വീഡിയോകൾ മാത്രം കണ്ടാൽ മതി. അതിൽ തന്നെ എല്ലാമുണ്ട്. പാകിസ്ഥാനിൽ ബന്ധുക്കളുണ്ടോ അതോ അയൽ രാജ്യത്തെ വെറുതെ പുകഴ്ത്തുകയാണോ എന്നവർ ഗ്രാമവാസികളോട് ചോദിക്കാറുണ്ടായിരുന്നു ആ വീഡിയോയിൽ. അത്തരത്തിലുള്ള വീഡിയോകളാണ് അവർ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ത്യൻ ഗ്രാമങ്ങളിലേക്കുള്ള നുഴഞ്ഞുകയറ്റം എങ്ങനെ നടപ്പിലാക്കാമെന്ന് സൂചന നൽകുന്നതിനായി അന്വേഷണ ഏജൻസികൾ നിർമ്മിച്ചതാണെന്ന് വിശ്വസിക്കുന്ന ഒരു ക്ലിപ്പും ഇതിനകത്തുണ്ട്. അതുപോലെ തന്നെ പാകിസ്ഥാൻ ഉദ്യോഗസ്ഥനായ ഡാനിഷ്, ISI ഉദ്യോഗസ്ഥനായ അലി ഹസൻ എന്നിവരുമായുള്ള വാട്സപ്പ് ചാറ്റുകളും അവരുടെ ആഴത്തിലുള്ള പങ്കാളിത്തവും എല്ലാം നമുക്ക് ആ ചാറ്റുകളിലൂടെയും ആ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലൂടെയൊക്കെ കാണാവുന്നതാണ്. അങ്ങനെയാണ് ജ്യോതി മൽഹോത്ര കുടുങ്ങിയതും. എന്നാൽ ഇതെല്ലാം തന്നെ ജ്യോതി മൽഹോത്ര സമ്മതിച്ചു എന്നുള്ളതാണ് മറ്റൊരു കാര്യം. എൻക്രിപ്റ്റ് ചെയ്ത മെസ്സേജിംഗ് പ്ലാറ്റ്ഫോമുകൾ വഴി പാകിസ്ഥാൻ ഉദ്യോഗസ്ഥരുമായി തന്ത്രപ്രധാനമായ വിവരങ്ങൾ പങ്കുവച്ചതായി സമ്മതിച്ചു എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. 2023 വിസയ്ക്ക് അപേക്ഷിക്കാൻ എംബസി സന്ദർശിച്ച വേളയിൽ ഡൽഹിയിലെ പാകിസ്ഥാൻ ഹൈ കമ്മീഷനിലെ ഉദ്യോഗസ്ഥനായി അവർ ബന്ധം പുലർത്തി. ഈ ഡാനിഷാണ് പിന്നീട് ഹസനുമായി അവരെ പരിചയപ്പെടുത്തിയത്. ഷാക്കിർ, റാണ ഷഹബാസ് തുടങ്ങിയ വ്യക്തികൾ ഉൾപ്പെടെ നിരവധി പാകിസ്ഥാൻ സുരക്ഷാ രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ജ്യോതിയെ അലി ഹസൻ പരിചയപ്പെടുത്തിയതായും റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ ഇതെല്ലാം ശരിവെക്കുകയാണ് ജ്യോതി മൽഹോത്ര. ഇന്ത്യയിൽ നിന്ന്